ശനീശ്വരൻ, ശനി ഭഗവാൻ നമുക്ക് നല്ലതാണ് തരുന്നത്. അതേസമയം ശനിയെ ഭയങ്കര പേടിയാണ് എല്ലാവർക്കും. എനിക്ക് ശനികാലം തുടങ്ങി, എനിക്ക് ശനിദോഷമാണ്, എനിക്ക് അഷ്ടമത്തിൽ ശനിയാണ്, ജന്മത്തിൽ ശനിയാണ്, ഇങ്ങനെ 7-2 ശനിയാണ്, പലതരത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ നവഗ്രഹത്തിന് ശനി ഭഗവാനെ സങ്കല്പിച്ച് പ്രത്യേക പൂജ. അത് അഷ്ടനീരാഞ്ജനം, എള്ളുകിഴി നീരാഞ്ജനം വളരെ വിശേഷമാണ്. ശനി കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങളിൽ നിന്ന് നമുക്ക് ഈ അഷ്ടനീരാഞ്ജനം നമുക്ക് വളരെയധികം മനസ്സമാധാനവും ശാരീരിക സ്വസ്ഥതയും കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളും മാറും. 8 ശനിയാഴ്ചയായിട്ട് ചെയ്യണം. അതോടൊപ്പം തിലദീപം, 8 എള്ളുകിഴി അത് ഭഗവാനെ വലം വെച്ച് ഭഗവാന് കൊടുത്ത് തിലദീപം നൽകി ശനീശ്വരന് പുഷ്പാഞ്ജലി നടത്തി ശനീശ്വര നിവേദ്യം, അതായത് എള്ളു പായസം പ്രത്യേകം അത് ഭഗവാന് കൊടുക്കുക 8 ശനിയാഴ്ച. എന്തൊക്കെ തരത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിലും ഈ സന്നിധിയിൽ വന്ന്, പ്രത്യേകിച്ച് ഈ മാർക്കണ്ഡേയ സന്നിധിയിൽ വന്ന് ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പല വൈതരണികളും മാറി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ശനികാലം, ആ ദോഷകാലം നമുക്ക് മാറുന്നതിനും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനും ഇങ്ങോട്ടായിട്ട് പല കാര്യങ്ങളും, തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ടായിട്ട് പല കാര്യങ്ങളും വന്ന് ഭവിച്ച് അതിൽ മുന്നേറാനും ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്താൽ, നോണൊന്നും കഴിക്കാതെ വ്രതശുദ്ധിയോടുകൂടി ആ ശനിയാഴ്ച ദിവസം 8 ശനിയാഴ്ചയായിട്ട് വന്ന് വ്രതശുദ്ധിയോടുകൂടി ശനി ഭഗവാന് വേണ്ടി ചെയ്താൽ അക്ഷരം പ്രതി ആ മന്ത്രധ്വനികളാൽ ഹോമാഗ്നി വരെ ചെയ്ത് ആ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാനും നമ്മുടെ കുടുംബത്തിനും ശ്രേയസ്സും ഐശ്വര്യവും ലഭിക്കാനും ഇവിടുത്തെ ഈ ശനിപൂജയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്.